വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ പഴയ വിദ്യാഭ്യാസ രീതികളും പുതിയ വിദ്യാഭ്യാസ രീതികളും വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. വിദ്യാഭ്യാസത്തെ പറ്റി ആഗ്രഹിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രക്ഷിതാക്കളായിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഐ റിക്വസ്റ്റ് നിങ്ങളിതൊന്ന് അവസാനം വരെ കണ്ടു നോക്കുക. ഞാനിത് മൊത്തത്തിലൊരു 5 പോയിന്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക. പണ്ട് കാലത്തൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരാൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ള പഠിക്കുന്ന ആളാണ് എന്ന് പറയാൻ കണ്ടിരുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നറിയോ? അത് എത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഫുൾ ടൈം പുസ്തകത്തിൻ്റെ മുന്നിലാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? സാധാരണഗതിയിൽ നമുക്ക് തോന്നുക മിടുക്കി അടിപൊളിയായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ആ ഒരു ചിന്താഗതിയൊക്കെ മാറേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഓൾറെഡി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ള കാര്യം. ആക്ച്വലി ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡിയിങ് എന്നുള്ളത് പണ്ട് കാലത്ത് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ നല്ല പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ലക്ഷണമായിട്ടൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് ഒരാൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റാത്ത മറ്റൊരു കാര്യം വെച്ചിട്ടാണ് നല്ല പഠിക്കുന്ന ആളുകളെ നിൽക്കുക. അതിന് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ലോഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം ബ്രെയിനിന് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പഠിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നുണ്ടാവുക. ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമല്ലാത്തൊരു ടോപ്പിക്കാണ്, പക്ഷെ എന്നാലും ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതാണ്. ഒരാൾ വെറുതെ ഇരുന്ന് കുറേ നേരം പുസ്തകം വായിക്കുകയാണെന്ന് വിചാരിക്കാം. 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ നിർത്താതെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് വായിച്ച ചാപ്റ്റർ തന്നെ ഒരു 10 പ്രാവശ്യം വീണ്ടും 10 പ്രാവശ്യം വായിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ വായന എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് LKGയിലോ UKGയിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് വായിക്കാൻ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ചിട്ട് അത് വലിയ അധ്വാനമുള്ള കാര്യമല്ല. അതിങ്ങനെ വായിച്ച് പോയാൽ മതി. പക്ഷേ ഈ വായിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാനോ അതൊന്ന് മാറ്റി ചിന്തിക്കാനോ, അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി നോക്കാനോ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് വായിച്ച കാര്യങ്ങൾ ഒരു ടേബിൾ ഫോമിലേക്കോ ഒരു ഫ്ലോ ചാർട്ട് ഫോമിലേക്കോ മാറ്റാനോ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അധ്വാനം കൂടി വരുന്നുണ്ടാവും. വായന LKGയിൽ പഠിച്ച കാര്യം UKGയിൽ പഠിച്ച കാര്യം വായിച്ച് പോവുക. മറ്റേത് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക, ഒരു ടേബിൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ പുതുതായിട്ട് മാറ്റി എഴുതുക, നമ്മുടേതായിട്ടുള്ള വേർഡ്സിലേക്ക് ഈ കാര്യത്തിന് സംഗ്രഹിച്ചെഴുതുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രെയിനിന് അധ്വാനമുണ്ട്. ഈ ബ്രെയിനിൻ്റെ ഈ അധ്വാനം ഇൻവിസിബിളാണ്, കാണാൻ വേണ്ടി കഴിയില്ല. ഈ അധ്വാനം എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് ലേണിങ്ങിൻ്റെ പുതിയ ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ പുതിയ ഉദ്ദേശങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവുക. നമുക്ക് ഉദാഹരണമായിട്ട് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ എടുക്കാം. 1 ഷോട്ട് വീഡിയോ ക്ലാസ്സുകൾ ഡോപ്പയുടെ ചാനലിൽ കാണാൻ വേണ്ടി പറ്റും. മറ്റൊരുപാട് ചാനലുകളും ഉണ്ടാവും. +1 +2 പരീക്ഷ അല്ലെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് പരീക്ഷയാകുമ്പോൾ തന്നെ രാത്രി കാലങ്ങളിലെല്ലാം 5, 6, 7, 8, 10, 12 മണിക്കൂർ വരെ അധ്യാപകർ നിന്ന് ലൈവ് ക്ലാസ്സുകൾ എടുക്കുകയാണ്. 3 മണി 4 മണി വരെയൊക്കെ പുലർച്ചെ വരെയൊക്കെ ലൈവ് എടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ശരിക്കും പഠിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് ആക്ച്വലി സ്പെൻഡിങ് ടൈം, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസീവായിട്ട് ഇതിൽ വീഡിയോകൾ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്ലുവൻ്റായിട്ട് സാറുമാർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊപ്പം നമ്മളും ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളതിനകത്ത് ഫ്ലുവൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നതാണ്. ഇതിനെ നമ്മളൊരു എന്താ പറയുക, സാറിൻ്റെ ഫ്ലുവൻസിയാണത്, നമ്മുടെ ഫ്ലുവൻസി അല്ല. നമ്മുടെ ഫ്ലുവൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ ക്ലാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ക്ലാസ്സിൽ തന്നെ അടുത്തതായിട്ട് ആ സാറ് ചെയ്യാൻ വെച്ചിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തപ്പിത്തടഞ്ഞു പോകുന്നത്. ഈ തപ്പിത്തടഞ്ഞു പോകുന്ന അങ്ങനെ കിട്ടുന്ന ആ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രിക്ഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ലോഡ് എന്ന് വിളിക്കുക. ഈ കോഗ്നിറ്റീവ് ലോഡാണ് പുതിയ എഡ്യൂക്കേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. സോ 5 കാര്യങ്ങൾ പറയാനുള്ളതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എങ്ങനെയാണ് ഒരാൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യം. ടൈം ടേക്കൺ ഫോർ സ്റ്റഡിയിങ് അബൌട്ട് ദ കോഗ്നിറ്റീവ് ഫ്രിക്ഷൻ. സോ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ തലച്ചോറിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ അത് റിയലി പഠിക്കുന്നുണ്ടെന്നും, കുറേ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് റിയലി പഠിക്കുകയാണെന്ന് ഉറപ്പില്ല എന്നുള്ളതുമാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 2ാമത്തെ പോയിന്റ് ഇറ്റ്സ് അബൌട്ട് വിൽ പവറും ഡിസിപ്ലിനെയും വെച്ചിട്ടാണ്. ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ നീറ്റിനൊക്കെ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചില സ്റ്റുഡൻസ്, ചില പേരൻസ് ഒക്കെ വന്നിട്ട് ഞാൻ ഇത്തവണ എന്തായാലും നീറ്റ് വാങ്ങും സാർ, എനിക്ക് എന്തായാലും നീറ്റ് കിട്ടും, ഞാൻ ഇത്തവണ പഠിക്കും, ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ട്, ഇത്തവണ എനിക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് വൻ മോട്ടിവേഷനിൽ വരുന്നുണ്ടാവും. പ്രീവിയസ്ലി പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും വെരി ഗുഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള കാര്യം തോന്നും. നിങ്ങൾക്കും തോന്നാറായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് സ്റ്റുഡൻ്റ് അല്ലേ, റിയലി നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ മാറ്റി ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന മോട്ടിവേഷനും
നമ്മൾ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ഡിസിപ്ലിൻ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പുത്തനച്ചി പരപ്പുറം തോക്കുന്ന പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് കയറി വരുന്ന ഒരു പെണ്ണ് അവരാരെങ്കിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ വീടിൻ്റെ ടെറസ് വരെ വേണമെങ്കിൽ തുടച്ച് വൃത്തിയാക്കും എന്നുള്ളത് പറയുന്നുണ്ടാവുക. ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇത്. ഭയങ്കരമായിട്ട് ഡ്രെയിനായി പോകും, പെട്ടെന്ന് ഡ്രെയിനായി പോകുന്ന കാര്യമാണ് ഈ പറയുന്ന ഇനീഷ്യൽ വിൽ പവർ, മോട്ടിവേഷനൊക്കെ. ഇത് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളൊരു കച്ചവടം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ, ഒരു പുതിയ ജോലിക്ക് പോകുന്നതിൻ്റെ കാര്യത്തിലും അടക്കം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മളൊരു പുതിയ ജോലിക്ക് പോയി, അപ്പോൾ തുടക്കത്തിലൊക്കെ ഈ ജോലിയിൽ ഞാൻ എന്തായാലും ഷൈൻ ചെയ്യും, ഞാൻ ഇവിടുത്തെ ഏറ്റവും പ്രൊമോഷൻ വാങ്ങും, സ്ഥിര ജോലിക്കാരനാവും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ പതുക്കെ ഡ്രെയിനായി പോകുന്നുണ്ട്. ഇത് ആ സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടാണോ, ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രശ്നമാണോ? ഒരിക്കലുമല്ല. ദിസ് ഈസ് ഹ്യൂമൻ നേച്ചർ. എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ കാര്യത്തിനോട് കാണിക്കുന്ന കൂടുതലായിട്ടുള്ള അഫെക്ഷൻ, ദാറ്റ് ഈസ് എ നോർമൽ തിങ്. പുതിയൊരാളെ പരിചയപ്പെട്ടാൽ, പുതിയൊരു ജോലിക്ക് പോയാൽ, പുതിയൊരു ബുക്ക് വായിച്ചാൽ, പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്താലൊക്കെ നമുക്ക് തുടക്കത്തിൽ ഈ സംഗതി കാണാൻ വേണ്ടി പറ്റും. ഇതിന് ശേഷം ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ചോർന്നു പോവുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ആ സമയത്ത് ഈ മോട്ടിവേഷൻ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് പുതിയ പെർസ്പെക്റ്റീവിൽ, പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ രീതിയിൽ കാണുന്നവരുണ്ടാവും. ഇതിനകത്ത് എന്തെങ്കിലും റോൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റുഡൻസിന് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മോട്ടിവേഷൻ ഇൻട്രിൻസിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് കഴിയണം. നല്ല തക്കതായിട്ടുള്ള റീസൺ വേണം. ഈ മോട്ടിവേഷനും ഡിസിപ്ലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉറങ്ങാനും എണീക്കാനും പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനുകൾ എഴുതി വയ്ക്കാനും, ഈ പ്ലാനുകൾ വൈകുന്നേരം ആകുമ്പോൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് നോക്കാനും, ചെയ്തെത്താത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ആലോചിക്കാനും, അതനുസരിച്ച് തൊട്ടടുത്ത ദിവസത്തെ പ്ലാന് തയ്യാറാക്കാനും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. എക്സാമുകൾ എഴുതാനും, എക്സാമുകളിൽ നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അടുത്ത റൗണ്ടിലേക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാനൊക്കെ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക്, സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾക്ക്, സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള വിഷ്വൽ ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്കൊരു MBBS നേടേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ നേരെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ MBBS എന്ന്. ഞാൻ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ ഡൗൺ ആയി പോകും എന്നുള്ളത് ഒരു അബ്നോർമൽ കാര്യമാണോ? ഒരിക്കലുമല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും എങ്ങനെയൊക്കെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ മോട്ടിവേഷൻ പോകും. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ലോ മാർക്ക് കിട്ടുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ കളിക്കാൻ വിളിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ഇരുന്നിരുന്ന് മടുക്കുമ്പോഴായിരിക്കും നമ്മുടെ മോട്ടിവേഷൻ പോകുന്നുണ്ടാവുക. ആ മോട്ടിവേഷൻ പോകുന്ന മൊമെൻറ്റ്സിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നിക്ക് കയ്യിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ശരിക്കും പഠിക്കുന്ന ആളുകൾ എന്നുള്ള രൂപത്തിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു സ്റ്റുഡൻറ്റ് ഒരു റൂമിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഈ സ്റ്റുഡൻറ്റ് ശരിക്കും പഠിക്കുകയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കണ്ടാൽ പറയാൻ വേണ്ടി പറ്റില്ല. പകരം പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഇയാൾക്ക് ഈ മോട്ടിവേഷൻ എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. ആസ് എ പേരൻറ്റ്, ആസ് എ ടീച്ചറൊക്കെ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഇരുന്ന് പഠിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നോക്കുക, എത്ര കാലത്തേക്ക് ഇവരിത് ചെയ്യും നോക്കുക. ഒരു കുറച്ചധികം കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100, 150, 200, 250 ദിവസമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളാണെങ്കിൽ അത് പുതിയ ലേണിംഗ് മെത്തേഡാണ്. പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡിസിപ്ലിനോ മോട്ടിവേഷനോ അല്ല, ഡിസിപ്ലിനും മോട്ടിവേഷനും കണ്ടിന്യൂ ചെയ്യുന്നതിലാണ് കാര്യം എന്നുള്ളൊരു കാര്യം ആലോചിച്ചേക്കാം. മൂന്നാമതൊരു പോയിന്റ് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ഞാൻ 10ാം ക്ലാസ് തോറ്റു അല്ലെങ്കിൽ +2 തോറ്റു, എനിക്ക് മാർക്കില്ല, എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അവർ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും പരീക്ഷകൾ, 10ാം ക്ലാസ്സിലോ +2ലോ എൻട്രൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ എക്സാമിലോ വിടുന്ന ഫെയിലിയറുകളെ അവരൊരു വിധി പോലെയാണ് കാണുന്നത്. ഞാൻ തോറ്റു എന്നാണ് നമ്മൾ കാണുന്നുണ്ടാവുക. ആക്ച്വലി ഇത് വിധിയല്ല, ഇത് ഒരു ഡാറ്റയാണ്. നമ്മൾ ഫെയിലായി എന്നുള്ള കാര്യം, ഫെയിലായി എന്നുള്ളത് റിയാലിറ്റി, അതിനെ നമ്മൾ നിരസിക്കുകയൊന്നുമല്ല. നമ്മളിപ്പോൾ 10ാം ക്ലാസ് തോറ്റു എന്ന് തന്നെ വിചാരിക്കുക. 10ാം ക്ലാസ് തോറ്റുണ്ടെങ്കിൽ ആ തോക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളൊരു ഡാറ്റ ആ തോൽവിയുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ആ കാരണത്തിനെ തന്നെ നമ്മൾ പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിജയിച്ച് മുന്നേറാൻ വേണ്ടി പറ്റും. നമ്മൾ നീറ്റ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നോക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് എഴുതുന്ന എക്സാമുകളാണ്, വീക്ക്ലി എക്സാമുകൾ എഴുതും. ടോപ്പിലൊക്കെ ആണെങ്കിൽ വീക്ക്ലി 2 വീക്ക്ലി എക്സാമുകളുണ്ട്. കുറച്ച് സ്ട്രഗറസാണ്, കുറച്ച് സ്ട്രെയിനാണിത്. 2 എക്സാമൊക്കെ വീക്കിലി എഴുതുക എന്ന് പറയുന്ന സാധനം. ഈ എക്സാമുകളിൽ നമുക്ക് ലോ മാർക്ക് കിട്ടുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വിചാരിക്കുന്നത് അത് വെർഡിക്റ്റ് ആയിട്ടാണ്, വിധി പോലെയാണ് കാണുന്നത്. അയ്യോ എൻ്റെ മാർക്ക് പോയി. മറ്റൊരു ഗ്രൂപ്പ് ആളുകൾ വിചാരിക്കുന്നത് ഓക്കെ എൻ്റെ മാർക്കുകൾ പോകാൻ വേണ്ടിയിട്ട് ഇന്ന ടോപ്പിക്കുകളിൽ നിന്ന് ഇന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് തെറ്റിപ്പോയത്, അപ്പോൾ ആ ടോപ്പിക്കുകളും ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ഞാൻ ഇനിയും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ഡാറ്റ എടുക്കുകയും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഹൂ ഈസ് റിയലി ലേണിംഗ്? ശരിക്കും നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും, ലേണിങ്ങിൻ്റെ പുതിയ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. ഫെയിലിയറിനെ നമ്മൾ ഒരിക്കലും ഒരു വിധിയായിട്ട് കാണാതെ അതിനൊരു ഡാറ്റ ആയിട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്തും ആവാം. ഇപ്പോൾ നമ്മൾ ഒരു 30 ചോദ്യത്തിൻ്റെ എക്സാം നടത്തുകയാണെന്ന് വിചാരിക്കുക. 30 ചോദ്യത്തിൽ 29 ചോദ്യത്തിനും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവും ഒരു ചോദ്യത്തിന് പാർഷ്യലായിട്ടുള്ള ഉത്തരം എഴുതിയ ഒരാളെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടലി 30 60 അല്ലെങ്കിൽ 100 മാർക്ക്, 199.5 മാർക്ക് അവർക്ക് കിട്ടി. 199.5 കിട്ടിയ ആളുകൾക്ക് ഒരു ഫെയിലിയർ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ഫെയിലിയർ എന്നറിയോ? ആ 1/2 മാർക്കാണ്.
ആ അര മാർക്ക് എന്നുള്ളത് ഒരു ഡാറ്റ ആയിട്ട് എടുത്ത് ആ അര കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിലാണ് നമ്മൾ ശരിയായ ലേണിംഗ് നടക്കുന്നുണ്ടാവുക. ഇനി നേരെ തിരിച്ചിട്ട് 100-ൽ 99 വേണ്ട, 100-ൽ 95 കിട്ടിയത്, 5 മാർക്ക് പോയിട്ടുണ്ട്, അതൊരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടി അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗം നോക്കാം. 100-ൽ 90 കിട്ടിയാൽ അവിടെ 10 പോയിട്ടുണ്ട്, 100-ൽ 50 ആണെങ്കിൽ 50 പോയിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്ന ഡാറ്റകൾ എക്സാമുകൾ എഴുതുന്ന സമയത്ത്, എക്സാമുകൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ടാണ്. എക്സാം ഇല്ലാതെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. കുറേ ബുക്ക് വായിക്കുന്നതുകൊണ്ടോ, കുറേ നോട്ട് എഴുതുന്നതുകൊണ്ടോ, കുറേ മനപ്പാഠം പഠിക്കുന്നതുകൊണ്ടോ പഠനം കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പഠനം കംപ്ലീറ്റ് ആവാൻ വേണ്ടി വരുന്ന എക്സാമുകളുടെ ഉള്ളിൽ നിന്ന് ഈ ഡാറ്റ നമ്മൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 3ാമത്തെ പോയിന്റ്. 4ാമത്തെ കാര്യം ഇതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. 4ാമത്തെ കാര്യവും 5ാമത്തെ കാര്യം കൂടി നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നോക്കാം. അത് കുറച്ച് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, 4ാമത്തെ 5ാമത്തെയും കൂടി എന്നുള്ള രൂപത്തിൽ വിചാരിച്ചാൽ മതി. നോളജ് കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സാറിൻ്റെ കയ്യിൽ കുറച്ച് വിവരമുണ്ട്. ഈ വിവരം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഉണ്ടാവുക. സാറിൻ്റെ കയ്യിലുള്ള വിവരം, സാറ് നോട്ടിൽ എഴുതി തന്ന വിവരം, ഈ വിവരവും ഈ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിനകത്ത് ഒരു നോളജ് ഉണ്ട്, ആ നോളജ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു തോട്ടുണ്ട്. ആ തോട്ട് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു തോട്ടാണ്. ആക്ച്വലി ഏതെങ്കിലും ഒരു ബുക്ക് പഠിച്ചാലും നമുക്ക് കിട്ടില്ല, ഏതെങ്കിലും ഒരു സാറിൻ്റെ നോട്ട് പഠിച്ചാലും നമുക്ക് കിട്ടില്ല, ഏതെങ്കിലും ഒരു സാറിൻ്റെ ക്ലാസ് കേട്ടാലും നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് എപ്പോഴാണ് ഈ പറയുന്ന ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴാണ് പറ്റുകയെന്ന് വെച്ചാൽ ഈ സാറ് പറയുന്ന ഈ ബുക്കിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട്, ഈ വിവരം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ നോളജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. വാക്കിങ്ങനെയാണ്, നോളജ് കൺസെപ്ഷൻ അല്ല, നോളജ് കൺസ്ട്രക്ഷനാണ് ചെയ്യേണ്ടത്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ന്യൂട്ടൻ്റെ 3rd ലോ, ന്യൂട്ടൻ്റെ 2nd ലോ, ന്യൂട്ടൻ്റെ 1st ലോ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ന്യൂട്ടൺ ആവണം. ന്യൂട്ടൻ്റെ ലോനെ പറ്റിയിട്ടുള്ള ബുക്ക് വായിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ന്യൂട്ടൺ ചിന്തിച്ച പോലെ ചിന്തിക്കണം. ന്യൂട്ടൺ ചെയ്ത മാത്തമാറ്റിക്കൽ വഴികളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ന്യൂട്ടൺ കണ്ടുപിടിച്ചതുപോലെ ന്യൂട്ടൻ്റെ ലോ നമ്മൾ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞെങ്കിലാണ് ന്യൂട്ടൻ്റെ ലോ ഉപയോഗിച്ചുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കുറേ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഈ ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലാണ്. സോ ദർ ഇസ് സംതിങ് കോൾഡ് വാട്ട് നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും ആളുകളൊക്കെ +1 +2 കാലഘട്ടത്തിലും 10ാം ക്ലാസ്സിലോ കാണാറുള്ളത് ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ലൈവിൽ സാറുമാർ തരുന്ന നോട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിലെ നോട്ടുകൾ വീണ്ടും വീണ്ടും വായിച്ച് കാണാതെ പഠിക്കും. ദിസ് ഈസ് കൺസംപ്ഷൻ, ദിസ് ഈസ് റോങ്. ഈ സാധനം ഒന്ന് വായിച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ള രൂപത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം കൂട്ടത്തിൽ തന്നെ ചേർത്ത് പോവാം. സാറുമാർ ഈസ് നോട്ട് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. നോളജിൻ്റെ പ്രൊവൈഡേഴ്സ് അല്ല സാറുമാർ. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, നോളജിൻ്റെ കൺസെപ്ഷൻ അല്ല ലേണിംഗ് എന്നുള്ള കാര്യം. പിന്നെ സാറുമാർ എന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ആംഗിൾ തന്നെ മാറിയിട്ടുണ്ട്. ടീച്ചേഴ്സ് ആർ കോച്ചസ്. ശരിക്കും കോച്ചുമാരാണ്. നോളജ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചുമാർ മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പഠിപ്പിക്കാം, ഫുള്ളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്തും കുട്ടികളുടെ ബ്രെയിനിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന, അവരുടെ ബ്രെയിനിനെ എന്താ പറയുക വീണ്ടും വീണ്ടും പിടിച്ച് കുലുക്കുന്ന, അവരെ കൊണ്ട് നോളജ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ്. നമ്മുടെ ചില സാറുമാരൊക്കെ ഉണ്ട്, അവരിങ്ങനെ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലൊരു നോട്ടുണ്ട്, ഈ നോട്ടിനകത്ത് എല്ലാ ചോദ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്, ഞാനിത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സാർ ഇരുന്നിട്ട് നോട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും, നോട്ട് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് തുടങ്ങും. നമ്മൾ ഈ നോട്ട് ഇങ്ങനെ എഴുതിയെടുത്ത് പോകും. അത് കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ നോട്ട് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ റൈറ്റ് നൗ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു AI യുഗത്തിലാണ്. ഈ AI യുഗത്തിൽ ഡാറ്റ ബൈ ഹാർട്ട് ചെയ്യുക, ഡാറ്റ മഗ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യമാണ്. കാരണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കമ്പ്യൂട്ടറുകൾക്കും AI ബോട്ടുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന കാര്യമാണ്. എന്താണ് അവർക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നോളജ് സിന്തസൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർമാർ നോട്ട് കൊടുക്കുന്ന ആളുകളായിട്ടോ നോളജ് കൊടുക്കുന്ന ആളുകളായിട്ടോ പ്രൊവൈഡേഴ്സായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പകരം ടീച്ചർമാർ കോച്ചുമാരാവണം, നോളജ് സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ കോച്ചുമാരാവണം. അവർ കുറച്ചുകൂടി മാറി ചിന്തിക്കുന്ന ആളുകളായിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ഒരു നോളജിലേക്ക് സ്റ്റുഡൻറ്റിനെ എങ്ങനെ എത്തിക്കാം എന്നുള്ള രൂപത്തിലുണ്ടാക്കാനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവിൻ്റെ, അത് ഫിസിക്സിലൊരു തിയറി ആയിക്കോട്ടെ, ബയോളജിയിലുള്ള ഒരു കൺസെപ്റ്റ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്ട്രക്ചർ ഓഫ് ഹാർട്ടിൻ്റെ കുറേ സെൻറ്റൻസുകളല്ല സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടത്, പകരം ഹാർട്ടിൻ്റെ ഒരു പിക്ചർ, ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതി കുട്ടീൻ്റെ മനസ്സിലുണ്ടായി വരിക ചെയ്യേണ്ടത്. മേളിൽ 2 അറകളുണ്ട്, താഴെ 2 അറകളുണ്ട് എന്നുള്ള രൂപത്തിൽ ഈ അറകൾ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ബ്ലഡ് ഇങ്ങനെ മേളിലേക്ക് പോകും. ബ്ലഡ് മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിങ്ങനെ റിലാക്സ് ചെയ്യുന്നുള്ളതിൻ്റെ വർക്കിങ്ങിൻ്റെ ശരിക്കുള്ള മെൻ്റൽ പിക്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷൻ രീതികൾ ഈ പറഞ്ഞ പോലെയൊക്കെ ഞാൻ 5 പോയിന്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളിങ്ങനെ ഓരോ മേഖലകളിൽ ടീച്ചിങ്ങും ലേണിങ്ങും പഠിക്കുന്ന രീതിയും പേരൻറ്റിങ് രീതിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആകെ
ആലോചിക്കേണ്ട കാര്യം ഇതുള്ളൂ, നമ്മൾ ഇതിനകത്ത് എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. മിക്കവാറും ആളുകളെല്ലാം പഴയ സിസ്റ്റത്തിനകത്ത് ഉറക്കെ വായിച്ച് പഠിക്കുന്ന, കാണാതെ പഠിച്ച ആൻസറുകൾ എഴുതി കൊടുക്കുന്ന, പാസീവായിട്ട് കൺസ്യൂം ചെയ്യുന്ന, നോട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വായിക്കുന്ന തരത്തിലൊക്കെയാണ് നമ്മളുടെ ലേണിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയിലേക്ക്, കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയെടുക്കണം എന്നുള്ളതാണ്. ഡോപ്പ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്ഥാപിക്കുകയും പഠിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂ മെത്തേഡ്സ് കുട്ടികളിലേക്കും പേരൻസിലേക്കും എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പേരൻസിന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ന്യൂ മെത്തേഡ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വാത്സല്യ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ പഠിക്കുന്ന ഒരാളാണെങ്കിലും ആസ് എ പേരൻറ്റ് നിങ്ങൾക്ക് ലേണിംഗ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിൽ, നമ്മുടെ കുട്ടികളിൽ എത്തിക്കേണ്ടതെന്ന് അറിയാണ്ടെങ്കിൽ വാത്സല്യയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് നേരിട്ട് അവിടെ നിന്ന് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ എല്ലാ പ്രതികരണങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.